മുഹറം വീണ്ടും ആഗതമായിരിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക്, ഹിജ്റ വർഷത്തിലേക്ക് ലോകം പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് ഹിജ്റയെക്കുറിച്ചുള്ള ചർച്ചകളും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശ പ്രബോധകരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലെല്ലാം ഹിജ്റ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ ജീവിതത്തിലെല്ലാം ഹിജ്റയുണ്ട്. ഹിജ്റ ചില പ്രവാചകന്മാരെ അവരുടെ നാട്ടിൽ നിന്ന് പ്രതിയോഗികൾ പുറത്താക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ യഥാർത്ഥത്തിൽ ശത്രുക്കൾ പുറത്താക്കുകയാണ് ചെയ്തത്. വലിയ പീഡനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെ ഒടുവിൽ മക്ക വിട്ട് പോവേണ്ടി വരികയാണ് ചെയ്യുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ 2 തവണ എത്യോപ്യയിലേക്ക്, അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ ചരിത്രം നമുക്കറിയാം. രണ്ടാമത്തെ ഹിജ്റയിൽ, അബ്സീനിയയിലേക്കുള്ള ഹിജ്റയിലാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് ഇബ്നു തുഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ തടഞ്ഞു നിർത്തുന്നത്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ജനത എന്നെ പുറത്താക്കി കഴിഞ്ഞു, വേറെ നാട്ടിലേക്ക് പോകില്ലാതെ എനിക്ക് രക്ഷയില്ല. ഇബ്നു തുഗ്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുണ്ട്. എത്യോപ്യയിലെ വഴിമധ്യേ അബൂബക്കറിനോട് ഇബ്നു തുഗ്ന പറഞ്ഞു, താങ്കളെപ്പോലത്തെ ആള് പുറത്തു പോകാനും പാടില്ല, പുറത്താക്കപ്പെടാനും പാടില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഗുണവിശേഷണങ്ങൾ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. കഅബയുടെ അടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഉയർത്തിപ്പിടിച്ച് ഇബ്നു തുഗ്ന പറഞ്ഞു, അബൂബക്കർ ഇനി മുതൽ എൻ്റെ അഭയത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അഭയം നൽകിയതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇബ്നു തുഗ്ന എന്ന് പറയുന്ന മനുഷ്യനോട് അബൂജഹൽ അടക്കമുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിന് അഭയം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷേ അബൂബക്കർ കഅബയുടെ പരിസരത്ത് വന്ന് നമസ്കരിക്കാനോ ഖുർആൻ പാരായണം ചെയ്യാനോ പാടില്ല. പിന്നെ തുഗ്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആവശ്യം ഉന്നയിക്കുകയും അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ നമസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലം അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ ആളുകൾ ഖുർആൻ പാരായണം കേൾക്കാൻ തുടങ്ങി, നമസ്കാരം കാണാൻ തുടങ്ങി. വീണ്ടും ആളുകൾ പരാതി പറഞ്ഞു. ഇബ്നു തുഗ്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ അടുത്ത് വന്ന് ഈ പരാതികൾ ഇങ്ങനെ ബോധിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്നോ താങ്കളുടെ അഭയത്തിന് ഒഴിവായിരിക്കുകയാണ്, ഞാൻ ജഗന്നിയന്താവിൻ്റെ അഭയത്തിലാണ്. ഇനി താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ അഭയം ഒഴിവാക്കിയതായി കഅബയിൽ പോയി പ്രഖ്യാപിക്കാം, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ധീരമായ നിലപാട് സിദ്ദീഖുൽ അക്ബർ പ്രഖ്യാപിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖിയ, മകളുടെ ഭർത്താവായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരൊക്കെ എത്യോപ്യയിലേക്ക് ആ സമയത്ത് ഹിജ്റ പോയ ആളായിരുന്നു. 12-14 വയസ്സായിരുന്നു വിവാഹം കഴിക്കുന്ന സമയത്ത് റുഖിയക്ക് ഉണ്ടായിരുന്നത്. അവർ ആ സമയത്ത് ഭർത്താവിൻ്റെ കൂടെ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മദീനയിലേക്ക് അഭയം തേടി പോകുന്നതിൻ്റെ മുമ്പ് തായിഫിലേക്ക് പോയിട്ടുണ്ട്. തായിഫിൽ തൻ്റെ ഉമ്മയുടെ ആങ്ങളമാർ, അമ്മാവന്മാർ അഭയം നൽകും എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോവുകയാണ്. തായിഫിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ക്രൂരമായ രീതിയിൽ പരിഹസിക്കുകയും എറിഞ്ഞോടിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. തായിഫിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിന് പൊടിയുന്ന രക്തം ഇങ്ങനെ തുടച്ച് കയ്യിൽ പിടിച്ചിരുന്നുവെന്നാണ്
എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, തൻ്റെ രക്തം ഭൂമിയിൽ ഉറ്റിവീണ് അതിൻ്റെ പേരിൽ ഈ ജനങ്ങൾ അല്ലാഹു ശിക്ഷിക്കരുത് എന്നടങ്ങാത്ത ഗുണകാംക്ഷയാണ് തായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോണ്ടായിരുന്നു. ഏത് ജനതയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിച്ച്, പരിഹസിച്ച്, കല്ലെറിഞ്ഞ്, കൂക്കി വിളിച്ച്, എല്ലാവിധത്തിലുള്ള മർദ്ദനങ്ങളും പരിഹാസങ്ങളും സമ്മാനിച്ച ജനതയോടുള്ള ഗുണകാംക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പ്രകടിപ്പിച്ചിരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, നബിയെ, നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ തായിഫുകാരുടെ മേൽവിലാസം ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കാം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അറിവില്ലാത്ത ജനതയാണ്, നാഥാ നീ അവർക്ക് പുറത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവരുടെ ഏതെങ്കിലും ഒരു ജീനിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമതാണ്, എനിക്ക് ഏറ്റവും സ്നേഹം അതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ നോർത്ത് ഭാഗങ്ങളിലേക്ക്, സിന്ധ് അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ പ്രവിശ്യകളിലേക്ക് ഇസ്ലാമുമായി വന്ന മുഹമ്മദ് ബിൻ ഖാസിം സിന്ധി എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ആ തായിഫുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കാലത്ത് ആട്ടി ഓടിച്ച തായിഫുകാരൻ. അങ്ങനെ തായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഒരാളുടെ അഭയത്തിൽ വന്ന് മക്കയിൽ താമസിക്കുകയാണ്. അന്ന് മുതലേ മറ്റൊരു നാടിനെ കുറിച്ചുള്ള അന്വേഷണം നബിയുടെ ജീവിതത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ മദീനയിലേക്ക് ഒളിച്ചോടിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ നാട്ടിലും നടന്ന് ഇസ്ലാമിക പ്രബോധനം നടത്താം, ഈ നാട്ടിൽ കുറച്ച്, മറ്റേ നാട്ടിൽ, അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ വേറെ നാട്ടിൽ എന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലക്ഷ്യമായി സ്വീകരിച്ചതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ പ്രബോധന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെക്കുറെ അധ്യായങ്ങൾ മക്കയിൽ പൂർത്തീകരിക്കുകയാണ്. നബി വിഭാവന ചെയ്യുന്ന ഒരു നാടുണ്ട്. ആ നാട് ഏതാണ്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഈ നാടിനെ നിർഭയമാക്കണേ അല്ലാഹ് എന്നാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിരുന്നത്. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച നിർഭയമായ നാട് എന്നത് പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്, ലക്ഷ്യമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് മർദ്ദനത്തിന്റെ പാടുകളും പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും കഥകൾ പറയാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തൻ്റെ പുറം ഭാഗം നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മർദ്ദനത്തിന്റെ പാടുകൾ അവിടെയുണ്ട്. ഇരുമ്പ് കമ്പി ചൂടാക്കി വെച്ച് അടയാളം അവിടെ പുറത്ത് കാണാം. ഇരുമ്പ് കൊണ്ട് കുത്തിയ വലിയ ദ്വാരങ്ങൾ ഖബ്ബാബിന്റെ പുറത്തുണ്ടായിരുന്നുവെന്നാണ്. മദീന പള്ളിയിൽ ഒരു കാലത്ത് ഖബ്ബാബിന്റെ പുറത്തെ മുറിവിന്റെ പാടുകൾ കണ്ട് ഉമർ ഖത്താബ് കരഞ്ഞിരുന്നുവെന്നാണ് ചരിത്രം. അത്ര ഊക്കുള്ള പീഡനത്തിന്റെ ഈ പാടുകൾ കാണിച്ചു കൊടുത്ത് ഖബ്ബാബ് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവാണ് സത്യം, ഈ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ആദർശത്തെ അല്ലാഹു പൂർത്തീകരിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരാട്ടിടയന് നിർഭയമായി സഞ്ചരിക്കാം, ഒരാൾക്ക് നിർഭയമായി സഞ്ചരിക്കാം. വേറെ ഹദീസിൽ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാമെന്നാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിനാവിലുള്ള ഒരു നാട് എന്ന് പറയുന്നത് നിർഭയമായ നാടാണ്. ആ നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഭാവനയിലും കിനാവിലുമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ കുറിച്ചുള്ള ആലോചനയും അതുപോലെ തന്നെ ഈ നാടിനെ കുറിച്ചുള്ള വിഭാവനയും വളരെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന ആളുകൾ അവരുമായി സംസാരിക്കുന്നു. അവർ തമ്മിൽ നേരത്തെ തന്നെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട്. അവർക്കിടയിലെ തർക്കങ്ങളുടെ ഒരു മധ്യസ്ഥനായി നിൽക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. എന്നു മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് വന്നാൽ തന്റെ സുരക്ഷ, തന്റെ അഭയം അവരേറ്റെടുക്കുമോ എന്ന് അവരോട് സംസാരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന തന്റെ പിതൃവ്യനെ മധ്യസ്ഥനാക്കി, സാക്ഷിയാക്കി 2 ഉടമ്പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയാണ്. ഇതാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. പണ്ടുകാലത്തെ ഒരു സാമൂഹ്യ ഘടന അനുസരിച്ച്
ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇന്ന് കരാറുകളുണ്ട്, നയതന്ത്ര കരാറുകൾ സാധാരണ നമ്മൾ ഒപ്പുവെക്കാറുണ്ട്. ഇരു രാജ്യങ്ങളുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ചർച്ച ചെയ്ത് ഒപ്പുവെക്കുന്ന കരാറുകൾക്ക് ഒരു ഡിപ്ലോമാറ്റിക് പവർ ഇന്നത്തെ കാലത്തുമുണ്ട്. അന്നത്തെ ഒരു നയതന്ത്ര കരാറുകൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടികളാണ്. ഗോത്രങ്ങൾ തമ്മിൽ ഉടമ്പടികൾ, 2 ഗോത്രങ്ങളും 3 ഗോത്രങ്ങളും ചിലപ്പോൾ 5-6 ഗോത്രങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഉടമ്പടികൾ. ഈ ഉടമ്പടി അവരുടെ സമ്പ്രദായം അനുസരിച്ച് ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അത് യുദ്ധക്കുറ്റമാണ്, ഒരാളോട് യുദ്ധം ചെയ്യാനുള്ള ന്യായമാണ്. അങ്ങനെ ആ ഉടമ്പടിയിലൂടെയാണ് മദീനയിലേക്ക് തന്റെ വരവിനെ, അതെന്റെ പോക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു നിർത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോരുത്തർക്കും ഹിജ്റയ്ക്ക് പോകാനുള്ള അനുവാദം നൽകുകയാണ്. പല ആളുകൾ രഹസ്യമായി, ചില ആളുകളൊക്കെ പരസ്യമായി തന്നെ പോകാൻ തുടങ്ങി. മക്കക്കാർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വസിച്ച ആളുകളൊന്നും നേരം വെളുക്കുന്ന സമയത്ത് പലരെയും കാണുന്നില്ല, പല ആളുകളും ഈ സ്ഥലം വിട്ടിട്ടുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോകാനുള്ള പെർമിഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ഓരോരുത്തരും അങ്ങനെ ഹിജ്റ ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് മാത്രം നീ ഹിജ്റ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലേക്ക് പോകാൻ തങ്ങളുടെ നേതാവ് അനുയായികളോട് നിർദ്ദേശിച്ചത് മുതൽ ഭൂമിയിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം രാവിലെയും പകലും അബൂബക്കർ സിദ്ദീഖിനെ കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പിന്നീട് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എല്ലാ ദിവസവും 2 നേരവും തന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖിനെ കാണുകയും അവിടുന്ന് ഈ ഹിജ്റയുടെ കാര്യങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോൾ പുറപ്പെടും, എങ്ങനെ പുറപ്പെടും എന്ന വിശദാംശങ്ങളൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ആ സമയത്ത് തന്നെയാണ് ഖുറൈശികൾ ദാറുൻ നദുവയിൽ യോഗം കൂടുന്നത്. ദാറുൻ നദുവയിൽ യോഗം കൂടിയിട്ട് അവർ തീരുമാനിക്കുന്നത് മുഹമ്മദിന്റെ ശല്യം ഇല്ലാതെയാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണം എന്നവർ തീരുമാനിക്കുകയാണ്. എല്ലാ ഗോത്രങ്ങളിലെയും ഒരാൾ വാള് പിടിച്ച് മുഹമ്മദിന്റെ വീട് പടയണം എന്ന് തീരുമാനിക്കുകയാണ്. കാരണം ബനൂ ഹാശിം ഗോത്രത്തിന് പ്രതികാരം ചെയ്യാൻ കഴിയാത്ത വിധം എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ അതിനുണ്ടാവണമെന്ന് തീരുമാനമെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് പടയുകയും ചെയ്തുവെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയുകയും തന്റെ വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് നേരത്തെ തന്നെ വരാൻ പറയുകയും അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി വലിയൊരു ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കി നൽകുകയാണ്. ആ ലിസ്റ്റിൽ തന്റെ വീട്ടിൽ സൂക്ഷിച്ച സ്വത്തുക്കൾ, അമാനത്തായി സൂക്ഷിച്ച ഡെപ്പോസിറ്റ് ചെയ്ത അനേകം പണമുണ്ട്, തന്റെ സമ്പാദ്യങ്ങളുണ്ട്. ഇതൊക്കെ അതാത് ആളുകൾക്ക് തിരിച്ചേൽപ്പിച്ചതിന് ശേഷം മാത്രമേ നീ മദീനയിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നൽകി തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വരികയാണ്. ഉടനെ പുറപ്പെടാൻ നേരത്തെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് 2 വാഹനം റെഡിയാക്കി നിർത്താനാണ് പറഞ്ഞത്. ഉടനെ പുറപ്പെടാൻ നിർദ്ദേശം നൽകുകയാണ്. വളരെ വേഗത്തിൽ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹിജ്റ പുറപ്പെടാനുള്ള സന്നാഹം ഒരുക്കുകയാണ്. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന 2 പെൺകുട്ടികളാണ്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാവും ആയിഷയുമാണ് അതിൽ മുതിർന്ന കുട്ടി. അസ്മാ വന്നുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ഒട്ടകത്തിന് മൂക്കയറില്ല എന്നവർ ബോധ്യപ്പെടുകയും ഉടനെ തന്റെ ദുപ്പട്ട വലിച്ചു കീറി ഒട്ടകത്തിന് മൂക്കയർ ഒരുക്കുകയും ചെയ്ത അതിസാഹസികമായ ഒരു യാത്രയുടെ ഒരു വലിയ സജ്ജീകരണത്തിന് സർവ്വതും ത്യജിക്കാനുള്ള ഒരു സൂചനയാണ് അസ്മാ അവിടെ പ്രകടിപ്പിച്ചത്. അങ്ങനെ അവര് ഹിജ്റ പോവുകയാണ്. അപ്പൊ ഹിജ്റയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഇതാണ്. അത് ഇങ്ങനെ വർഷങ്ങളായി തുടങ്ങിയിട്ടുള്ള ആസൂത്രണങ്ങളുടെയും വർഷങ്ങളായി തുടങ്ങിയിട്ടുള്ള ആലോചനകളുടെയും കിനാവുകളുടെയും വിഭാവനകളുടെയും ഫലമായിട്ടാണ് പലായനം സംഭവിച്ചത്. ഈ പലായനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആസൂത്രണത്തിന്റെ ഉദാഹരണങ്ങളാണ്. ധാരാളം ആസൂത്രണങ്ങൾ ഇതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, എന്തായാലും അല്ലാഹു സംരക്ഷിച്ചുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയല്ല ചെയ്തത്. ഓരോ സമയത്തും ആസൂത്രണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പുതപ്പിൽ നിർത്തി, അലി റളിയല്ലാഹു അൻഹു പുതപ്പിൽ കിടത്തി തന്റെ അമാനത്ത്, തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്തുകൾ തിരിച്ചു നൽകാൻ
ബാധ്യതയായി ഏൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഈ വിശ്വസ്തത, ഈ ഒരു പ്രബോധകൻ, ഒരു ആദർശ പ്രബോധകന്റെ മർമ്മം എന്ന് പറയുന്നത് വിശ്വാസതയാണ്, ധാർമ്മിക ശക്തിയാണ്. ഈ ധാർമ്മിക ശക്തി ഒരു സമയത്തും ചോരാൻ പാടില്ല. ഈ സമ്പത്തൊക്കെ കൊണ്ട് നബി മദീനയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആ സമ്പത്ത് തിരിച്ചെടുക്കുകയാണ്. നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ച അനേകം വിപ്ലവങ്ങളുടെ ചരിത്രമുണ്ട്. ബോൾഷവിക് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയ വിപ്ലവങ്ങളുടെ ചരിത്രം. ഈ വിപ്ലവങ്ങളുടെ ചരിത്രത്തിലൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ശത്രുവിന്റെ ധനം അപഹരിച്ച് അവർക്കെതിരെ കലാപം ചെയ്യാമെന്നാണ്, വിപ്ലവം ചെയ്യാമെന്നാണ്. മാർഗം ഒരിക്കലും പരിശുദ്ധമാവേണ്ട, ലക്ഷ്യം പരിശുദ്ധമായാൽ മതി എന്ന പാഠമാണ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാർഗവും ലക്ഷ്യവും ഒരുപോലെ പരിശുദ്ധമാവണം എന്ന നിർബന്ധ ബുദ്ധി കാരണമാണ് തന്നെ ഏൽപ്പിച്ച ശത്രുക്കളുടെ പണം തിരിച്ചേൽപ്പിക്കാൻ ഒരാളെ ആ നിർണായക സമയത്തും അവിടെ ചുമതലപ്പെടുത്തുന്നത്. രണ്ടാമത് നമുക്കറിയാവുന്നതുപോലെ അത് ആസൂത്രണത്തിന്റെ ഒരു മുഖമാണ്. നേരത്തെ തന്നെ ശത്രുക്കളുടെ എല്ലാ വിവരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നബിയുടെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹം ഒന്നും മുസ്ലിം ആയിരുന്നില്ല, വഴി കാണിക്കുന്ന ആളാണ്, ഗൈഡാണ്, ദലീലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ആമിർ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനെയാണ്. ആ മനുഷ്യന്റെ പണി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ പതിഞ്ഞ കാൽപ്പാടുകൾ മായ്ച്ചു കളയുക എന്നാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരൊട്ടകത്തിന്റെ കാൽപ്പാട് അവർ കണ്ടാൽ അവർക്കറിയാം ഏത് ഗോത്രത്തിന്റെ ഒട്ടകമാണ്, ഏത് വഴിയിലൂടെ വന്ന ഒട്ടകമാണ്, ഏത് ഭക്ഷണമാണ് ഇന്ന് ഒട്ടകം കഴിച്ചത് എന്നുപോലും ഒട്ടകത്തിന്റെ കാൽപാദങ്ങളും വിസർജ്യങ്ങളും നോക്കി പറയാൻ പറ്റുന്ന മരുഭൂമിയുടെ വിജ്ഞാന കോശങ്ങളാണ് അറബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മരുഭൂമിയിൽ ഒരു അടയാളം ശേഷിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മരുഭൂമിയുടെ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ മറ്റൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയത്. താൻ എന്നിട്ട് പോകുന്നതോ മക്കയുടെ ബാക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. സൗർ ഗുഹ എന്ന് പറയുന്ന മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, മദീനയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അവിടെ പോയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചു നിൽക്കുന്നത്. ഈ സമയത്ത് അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആൾ അസ്മാ എന്ന് പറയുന്ന വനിതയാണ്. സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ഉയരമുള്ള ഒരു ഗുഹയാണ്. ആ ഗുഹയിലേക്ക് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് എല്ലാ സമയത്തും അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം അസ്മാ ഏറ്റെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, അസ്മാ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. രാവിലെ ആയപ്പോൾ നബിയുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അലിയാണ് എന്ന് മനസ്സിലായപ്പോൾ തന്നെ ശത്രുക്കൾ ആകെ ദേഷ്യപ്പെടുകയാണ്. നേരെ അവൻ അബൂബക്കറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അബൂബക്കർ അറിയാതെ മുഹമ്മദ് ഒരു സ്ഥലത്തേക്കും പോകില്ല എന്നവർക്കറിയാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയിട്ട് അവർ ചോദിക്കുന്നത്, അബൂബക്കർ എവിടെ, നിന്റെ പിതാവ് എവിടെ അസ്മാ എന്നാണ് ചോദിക്കുന്നത്. അസ്മാ അതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ അബൂ ജാഹിൽ എന്ന് പറയുന്ന മനുഷ്യൻ വലിയ അദ്ദേഹത്തിന്റെ കൈ ഉയർത്തി ശക്തമായി അസ്മാഇന്റെ മുഖത്തടിച്ചു എന്നാണ് ചരിത്രം. തലകറങ്ങി വീഴാൻ തിരിഞ്ഞിട്ടും അസ്മാ ഇങ്ങനെ നിവർന്നു നിന്നു. എന്നിട്ട് തുറിച്ചു നോക്കി അബൂ ജാഹിലിനെ എന്നാണ് ചരിത്രം പറയുന്നത്. ഈ അടികൊണ്ട വിവരം അസ്മാ അബൂബക്കറിന്റെ ഗുഹയിൽ വെച്ചാണ് പറയുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അത്ര വലിയ പീഡനങ്ങൾ അസ്മാ. അതുപോലെ തന്നെ അബൂ ഖുഹാഫ, അബൂബക്കറിന്റെ പിതാവ്, അദ്ദേഹം അന്ന് അന്ധത ബാധിച്ചു തുടങ്ങിയ കാലമാണ്. അബൂ ഖുഹാഫ അസ്മാഇനെ ചീത്ത പറയുകയാണ്. നിന്റെ പിതാവിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറയാറുണ്ട്, അവന് മുഹമ്മദ് കഴിഞ്ഞിട്ടേ ലോകത്ത് വേറെ ആരുമുള്ളൂ. അതുകൊണ്ട് ഒരു സമ്പാദ്യവും ബാക്കിയാക്കാതെ നിങ്ങളെല്ലാം ഇവിടെ പട്ടിണിയിലാക്കിയിട്ട് അവൻ നാടുവിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ കുറച്ച് കല്ലുകൾ സഞ്ചിയിലാക്കി അല്പം ഇരുമ്പിന്റെ കഷ്ണങ്ങളിട്ട് അസ്മാ ഇങ്ങനെ കുലുക്കി കാണിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. എന്റെ പിതാവ് ഈ സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് മദീനയിലേക്ക് പോയതെന്നാണ്. അസ്മാഇന്റെ ധീരമായ കഥകൾ ഇനിയും ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ്. അങ്ങനെ ഹിജ്റയുടെ ചരിത്രത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടന്ന് സൗറിൽ നിന്ന് മൂന്നാമത്തെ ദിവസം പുറത്തിറങ്ങിയ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയിട്ട് മക്കയുടെ നേരെ തിരിഞ്ഞു നബി പറയുന്നുണ്ട്, ഹേ മക്ക, നിന്നെക്കാൾ പ്രിയപ്പെട്ട ഒരു നാട് ഭൂലോകത്ത് എനിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ വിട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നീ എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ വിട്ടുപോകുമായിരുന്നില്ല.
നബിയോട് മക്കയോടുള്ള സ്നേഹം, നബിയുടെ ദേശത്തോടുള്ള സ്നേഹം എത്രമാത്രം വലുതായിരുന്നുവെന്ന് മദീനയിലെത്തി കുറെ ദിവസങ്ങൾ കഴിഞ്ഞു മദീനയുടെ ബോർഡറിൽ ബിലാൽ ഇബ്നു റബാഹിന്റെ കൈപിടിച്ച് നബി വരാറുണ്ട് എന്നാണ്. എന്നിട്ട് ബിലാൽ പാടാറുണ്ട് അയാ ലൈത ശഅരി ഹൽ ലബിതന്ന ലൈലതൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഒരു രാത്രിയെങ്കിലും ആ മക്കയിൽ താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. മക്കയുടെ നേരെ നോക്കി നെടുവീർപ്പെടുന്ന പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മക്കയെ അതിയായി സ്നേഹിച്ച നബി തിരുമേനി മക്കയോട് ഒരിക്കൽ കൂടി സലാം പറഞ്ഞ് സൗറിൽ നിന്ന് മദീന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. മദീന ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടി വരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിനെ നമ്മൾ കാണുകയാണ്. സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ സാധാരണ ഒരാൾ അദ്ദേഹത്തിന് ആകെ ആർത്തി പണത്തോട് മാത്രമാണ്. സ്വാർത്ഥനായ ഒരാളാണ്. ആ പണത്തിന് ആർത്തി കൊണ്ട് സുറാഖ നബിയെ പിടിച്ചു കൊടുക്കാൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ കുതിരയും അദ്ദേഹം ചാടി വരുമ്പോൾ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രക്ഷിക്കാൻ ആജ്ഞാപിക്കാൻ, മുഹമ്മദിനെ രക്ഷപ്പെടുത്തണം, ഇങ്ങനെ പലതവണ ആവർത്തിക്കാൻ. അവസാനം നബി തിരുമേനി സുറാഖയോട് പറഞ്ഞു, സുറാഖ, നിനക്ക് ഞാനൊരു ഓഫർ തരാം. 100 ഒട്ടകത്തിന് വേണ്ടിയാണല്ലോ നീ എന്നെ പിടിച്ചു കൊടുക്കാൻ വന്നത്. അതിനേക്കാൾ വലിയൊരു ഓഫർ നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. നീ കിസ്റയുടെ കയ്യിലുള്ള സ്വർണ്ണ വളകൾ കണ്ടിട്ടുണ്ടോ എന്നാണ്. സുറാഖയുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കും, മുഹമ്മദ്, താങ്കൾ ഉദ്ദേശിച്ചത് കിസ്റ ഇബ്നു ഹുർമൂസ് അല്ലേ? പേർഷ്യ ചക്രവർത്തി കിസ്റയെ കുറിച്ച് തന്നെയല്ലേ നീ പറയുന്നത്? എന്താണ് സംശയം? കിസ്റയുടെ കൊട്ടാരത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അടിമയെ തൊട്ടാൽ ജീവിതത്തിന്റെ ഉദ്ദേശം സഫലമായി എന്ന് വിശ്വസിക്കുന്ന അറബികളാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വള എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എന്നിട്ട് നബി തിരുമേനി പറയാൻ, എന്നാൽ ആ വള നിന്റെ കയ്യിൽ വരുന്ന കാലം അതിവിദൂരമല്ല. ആ വള ഞാൻ നിനക്ക് തരുമെന്നാണ് സുറാഖ പറയുന്ന. നബി മുഹമ്മദ് പറഞ്ഞാൽ പോരാ, എഴുതി തരണമെന്ന് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കുകയാണ്. ഈ എഴുത്തുമായിട്ടാണ് പിൽക്കാലത്ത് ഉമർ ഖത്താബിന്റെ കാലത്ത് സുറാഖ വന്ന് വള വാങ്ങി പോകുന്നത് എന്ന ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം. സുറാഖ അത് വിശ്വസിച്ചു. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ കണ്ടാൽ ആരും വിശ്വസിക്കില്ല. അർദ്ധരാത്രി സ്വന്തം നാട്ടിൽ നിന്ന് അഭയാർത്ഥികളെ പോലെ മറ്റൊരു നാട്ടിലേക്കാണ് നബി തിരുമേനി പോകുന്നത്. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖക്ക് ഇത്ര വലിയ ഓഫർ കൊടുത്തു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പൊട്ടിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ സുറാഖ ജീവിതത്തിൽ ചിരിച്ചില്ല. കാരണം കുതിരയുടെ 4 കാലുകളും ഭൂമിക്കടിയിൽ പൂണ്ടിരിക്കുന്ന അദ്ദേഹം കാണുകയാണ്. ആ ഓഫർ വാങ്ങിയിട്ട് സുറാഖ പോവാൻ മദീനയുടെ ബോർഡറിലെത്തിയപ്പോ അവിടെയും നബിയുടെ ആസൂത്രണത്തിന്റെ ഒരു മികവ് നമ്മൾ കാണുകയാണ്. ആ അതിർത്തിയിലെത്തുമ്പോൾ യാത്രയുടെ അടയാളങ്ങളില്ലാതെ ഞങ്ങൾക്ക് മദീനയിൽ പ്രവേശിക്കണം. അന്ന് ഫോണുകളോ മറ്റു ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ. ഇന്ന ദിവസം ഞങ്ങൾ അവിടെ എത്തും, ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കി നിർത്തണം, ധരിക്കാനുള്ള പുതിയ വസ്ത്രവും റെഡിയാക്കി നിർത്തണമെന്നാണ്. ഈ രണ്ടാളുകളും ജൂതന്മാരായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മദീന ബോർഡറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ട സജ്ജീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നുവെന്നാണ്. അങ്ങനെയാണ് മദീനയിലേക്ക് നബി തിരുമേനിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്നത്. പ്രവേശിച്ചപ്പോൾ വലിയ ഒരു ആൾക്കൂട്ടം നബിയെ സ്വീകരിക്കുകയാണ്. പാട്ടുപാടിയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. എങ്ങനെ ഇത്ര അധികം ആൾക്കൂട്ടം ഉണ്ടായി? അഖബ ഉടമ്പടികൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. മദീന എന്ന് പറയുന്നതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിന്റെ അടിക്കല്ലും അടിയാധാരവും മുസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ രക്തവും വിയർപ്പുമാണ്. ഇത്ര അധികം ആളുകൾ നബിയെ സ്വീകരിക്കാൻ അവിടെ ഒരുമിച്ച് കൂടിയത് ഈ 19 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ അധ്വാനമായിരുന്നു എന്ന് ചരിത്രം നമുക്കറിയാം. അങ്ങനെ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരഭയാർത്ഥിയെ പോലെ തങ്ങുകയല്ല, തന്റെ ഉടമ്പടി കരാറനുസരിച്ച് ആ നാടിന്റെ അധികാരം ഏറ്റെടുക്കുകയും ആ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അവിടെ രാജ്യത്തിന്റെ അടിത്തറ പോകുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഓരോ ആളുകളെയും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന്റെ ആഭ്യന്തരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സിദ്ദീഖുൽ അക്ബറിനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഉമർ ഖത്താബിനെ ഏൽപ്പിക്കുകയാണ്. സക്കാത്തും അതുപോലെയുള്ള സംവിധാനങ്ങളും അത് ആളുകളുടെ സംഭാവനകളും മറ്റുമൊക്കെ ബൈത്തുൽ മാലിലേക്ക് സ്വരൂപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ബിൻ അവ്വാമിനെയും അലി ബിൻ അബീ ത്വാലിബിനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ഏൽപ്പിച്ച് ഇന്നത്തെ ഒരു മന്ത്രി സിസ്റ്റം, ക്യാബിനറ്റ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വകുപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്, കരാറുകൾ എഴുതുകയാണ്.
ആധുനിക ഭരണഘടനയിൽ ആദ്യത്തെ രൂപമാണ് 56 ഖണ്ഡികകളുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ മദീന ചാപ്റ്റർ എന്ന് പറയുന്നത്. മദീന ചാപ്റ്റർ എന്ന് പറയുന്ന മദീന കരാർ എന്ന് പറയുന്നത് ഖണ്ഡികകൾ തിരിച്ച് ഇന്നത്തെ ആധുനിക ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പിയായിരുന്നു എന്നാണ് ചരിത്രത്തെ തുർക്കി പണ്ഡിതൻ അലി ബുള്ളാഖ് എന്ന് പറയുന്ന പ്രശസ്തനായ പണ്ഡിതൻ മദീന കരാറിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടത്തിയിട്ട് ആധുനിക ഭരണഘടനയിൽ ആദ്യത്തെ മോഡൽ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ നല്ലൊരു ഭാഗം ആ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ അവകാശങ്ങളും സുരക്ഷയും അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹിജറയിൽ വലിയ ആസൂത്രണങ്ങൾ നടത്തിയതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്കറിയാം. മുസ്ലിം സമൂഹം ഹിജറയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുടെ ഒന്നാമത്തെ പാഠം, അധ്യായം എന്ന് പറയുന്നത് ആസൂത്രണങ്ങളുടെ പാഠമാണ്. ആസൂത്രണമില്ലാത്ത ഒരു സമുദായവും അതിജീവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിജീവനം സാധ്യമാകണോ? ആസൂത്രണം അനിവാര്യമാണ്. റബ്ബിന്റെ സഹായം പോലും ആസൂത്രണത്തെ ആസ്പദിച്ചുകൊണ്ടാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതിജീവനം ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കമ്മ്യൂണിറ്റി എന്ന നിലയിൽ 2 സമുദായങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾക്ക് വിധേയമായ സമുദായങ്ങളാണ്. ഒന്ന് മുസ്ലിങ്ങളാണ്, സംശയമില്ല. വലിയ 4000-ലധികം വംശീയ കലാപങ്ങൾ ഈ രാജ്യത്ത് നടന്നതിൽ നല്ലൊരു ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതിന്റെ ഇരകളെന്ന് നമുക്കറിയാം. മറ്റൊന്ന് സിഖ് കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ആ കലാപങ്ങൾ അതിജീവിക്കാൻ വലിയ ആസൂത്രണങ്ങളിലൂടെയാണ് സിഖ് സമുദായം ഇന്ത്യയിൽ അതിജീവനം സാധ്യമായത് എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം സിഖുകാർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചാബിലാണ്. ഇന്ന് ഏറ്റവും വലിയ വ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സമുദായം സിഖുകാർ. അങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാൽ അവരുടെ പരിമിതികളെ അവർ സാധ്യതകളാക്കി മാറ്റി അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നേറിയത് അവരുടെ ആസൂത്രണത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് ഹിജറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്ന ആസൂത്രണത്തിന്റെ പാഠമാണ്. അതിജീവനം സാധ്യമാകാൻ ഒന്നാമത് ആസൂത്രണവും രണ്ടാമത് ആത്മത്യാഗങ്ങളും സമർപ്പണങ്ങളുമാണ്. ഹിജറയിലുടനീളം നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജറയുടെ ചരിത്രമാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അനേകം സഹാബികൾ, സുഹൈബ് റൂമി അതിൽപ്പെട്ടതാണ്. സുഹൈബ് റൂമിയോട് അബൂജഹൽ വന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നയാ പൈസയും മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നീ സമ്പാദ്യം മുഴുവൻ ഇവിടെ വെച്ചിട്ട് നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് സുഹൈബ് റൂമിയോട് പറഞ്ഞപ്പോ തന്റെ സമ്പാദ്യത്തിന്റെ പതിറ്റാണ്ടുകൾ ചോരനീരാക്കി അധ്വാനിച്ച സമ്പാദ്യത്തിന്റെ മുഴുവൻ കെട്ടുകളും കാഴ്ബയുടെ ചാരത്ത് വെച്ച് അബൂജഹലിനെ വിളിച്ച് സുഹൈബ് പറയുന്നു, അബുൽ ഹകം, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. മുഴുവൻ സമ്പാദ്യം കാഴ്ബയുടെ ചാരത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ എനിക്ക് പ്രിയം അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലുമാണ് എന്ന് പറഞ്ഞ് നടന്നുപോയ സുഹൈബ് റൂമി. അതുപോലെ തന്നെ ഹിജറയുടെ ത്യാഗങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അസ്മാഇനെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആ സഹാബി വനിതയുടെ ത്യാഗോജ്ജലമായ ഹിജറയുണ്ട്. ഗർഭിണിയായതിനു ശേഷമാണ് അവർ മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മദീനയിലെത്തുന്ന സമയത്ത് അവിടെ ജൂതന്മാർ മുസ്ലിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കാൻ ഒരു തരത്തിലുള്ള വംശോൽപാദനവും നടത്താത്ത സമുദായം എന്ന് മുസ്ലിം സമൂഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ അസ്മാ പ്രസവിക്കുകയാണ്. മദീനയുടെ കുട്ടി, മദീനയുടെ സന്തതി എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്നത് എന്നാണ്. മദീനയിലെത്തിയ മുസ്ലിം സമുദായത്തിന്റെ ആദ്യത്തെ സന്താനമാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഹിജറ പോയത്. മറ്റൊരു ഹിജറയുടെ ചരിത്രം ഉമ്മു സലമയുടേതാണ്. ഉമ്മു സലമയുടെ ചരിത്രം നമുക്കറിയാം. കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് നിൽക്കേണ്ട സമയത്ത്, ആ കൈക്കുഞ്ഞുമായി ഹിജറ പുറപ്പെടുന്ന സമയത്ത് തന്റെ മാറിൽ നിന്ന് കൈക്കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ച് ഭർത്താവിന്റെ ഗോത്രം കൊണ്ടുപോകുമ്പോൾ ഒരു നിമിഷം ആ സ്ത്രീ ആലോചിക്കുകയാണ്, ഉമ്മു സലമ ആലോചിക്കുകയാണ്, ആ ഭർത്താവിന്റെ ഗോത്രത്തിന്റെ പിന്നാലെ കുട്ടിയെ ചോദിച്ച് അലമുറയിട്ട് കരഞ്ഞു പോകണോ അതോ മദീന ലക്ഷ്യമാക്കി പോകണോ എന്ന് 2 ചോയ്സ് അവരുടെ മുന്നിൽ ഉണ്ടാവുകയാണ്.
ഉടനെ രണ്ടാമത്തെ ചോയ്സാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതിനേക്കാൾ എനിക്ക് പ്രിയം അല്ലാഹു വ റസൂലുഹു എന്ന് പറഞ്ഞ അല്ലാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് നീങ്ങിയ ഉമ്മു സലമയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ കുറച്ച് വൈകിയാണ് ഹിജ്റ പോകുന്നത്. സൈനബ് ഹിജ്റ പോകുമ്പോൾ ഖുറൈശികൾ അവളെ തടഞ്ഞു നിർത്തുകയാണ്. അവളെ തടഞ്ഞു നിർത്തി പോകാൻ അനുവദിക്കാതിരിക്കുകയാണ്. വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്തുന്നവര് അവരുടെ ഒട്ടകത്തിനെ വലിച്ച് അവർ കുലുക്കിയിടുകയാണ്. കുലുക്കുന്ന സമയത്ത് സൈനബ് ഒട്ടകപ്പുറത്ത് താഴെ വീഴുകയാണ്. അവരുടെ ഈ മുതുകിന്റെ ഭാഗങ്ങളെല്ലാം വലിയ ചതയുകയും അവരുടെ ശരീരത്തിന് രക്തസ്രാവം ഉണ്ടാവുകയും ക്ഷീണിതയാവുകയും ചെയ്യുകയാണ്. സൈനബ് മദീനയിലെത്തി 6 മാസം കഴിഞ്ഞ് മരണപ്പെടാനുള്ള കാരണം ഈ വീഴ്ചയുടെ ആഘാതമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അലി ഇബ്നു അബീ ത്വാലിബ് വാഹനവുമായി പുറപ്പെട്ടതാണ് ഹിജ്റക്ക്. പക്ഷേ വാഹനം അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നടന്ന് മദീനയിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും മദീനയിലെത്തി മദീനയുടെ അതിർത്തിയിലെത്തിയതിനു ശേഷം ഇങ്ങനെ മക്കയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുമെന്നാണ്. ചില സമയത്ത് വൈകുന്നേരം കുറെ സമയം നോക്കി നിൽക്കും. മക്കയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി അവരെ സ്വീകരിച്ചിരുത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. ഒരു ദിവസം ഇങ്ങനെ സന്ധ്യയോടടുത്ത നേരം ഒരാൾ തന്റെ മുന്നിലേക്ക് ഓടിക്കരച്ചു വന്ന് അങ്ങനെ പിടഞ്ഞു വീഴുകയാണ്. മുന്നിൽ ഇങ്ങനെ തട്ടിമറിഞ്ഞു വീഴുകയാണ്. ആരാണ് മുന്നിൽ വീണതെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം വന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് നബിക്ക് ആള് മനസ്സിലാവുന്നത് അലി ഇബ്നു അബീ ത്വാലിബാണ്. അദ്ദേഹം നടന്ന് ക്ഷീണിച്ച് ശരീരം നീര് വന്ന് മുറിവായി പ്രയാസപ്പെട്ടിട്ടാണ് മദീനയിലേക്ക് വരുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ ഹിജ്റയും ആത്മത്യാഗത്തിന്റെ ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഹിജ്റയുടെ 2ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ത്യാഗങ്ങളുടെ ചരിത്രമാണ്. ത്യാഗം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാദർശവും ഭൂമിയിൽ പച്ച പിടിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ ബഅ്ദുകും മിൻ ബഅദ് ഫല്ലദീന ഹാജറു വഖുരിജു മിൻ ദിയാരിഹിം വഊദു ഫീ സബീലി വഖതലു വഖുതിലു ലൗകഫിറൻ അൻഹും സയ്യിആതിഹിം വലൗദഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ സവാബൻ മിൻ ഇൻദില്ലാഹ് വല്ലാഹു വസല്ലു സവാബ്. അള്ളാഹു നിങ്ങളിൽ നിന്ന് ത്യാഗങ്ങൾ സമർപ്പിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടേത് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. അങ്ങനെ അവര് യഥാർത്ഥത്തിൽ മദീനയിലേക്ക് പോയ ആളുകളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഈ ത്യാഗം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് അതുപോലെ നമുക്കറിയാം തവക്കുലിന്റെ പാഠങ്ങളാണ്. തവക്കുൽ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മാക്സിമം ആസൂത്രണം ചെയ്ത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തതിന് ശേഷമാണ് റബ്ബിനെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കേണ്ടത്. ചെയ്യാതെ ഒരു കാര്യവും ഏൽപ്പിച്ചാൽ അല്ലാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞ് പുറപ്പെടേണ്ട അതിസാഹസികമായ യാത്ര തന്നെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. പക്ഷെ തന്നെ കൊണ്ട് മനുഷ്യ സാധ്യമായ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് റബ്ബിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ റബ്ബിനെ ഏൽപ്പിച്ചാൽ റബ്ബ് പിന്നെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഹിജ്റയാണ്. മറ്റൊന്ന് ബദറാണ്. വമാ റമൈത ഇദ റമൈത വലാകിന്ന അല്ലാഹ റമ. നബി തിരുമേനി ബദർ തുടങ്ങുന്നതിന് മുമ്പ് ടെന്റിൽ നിന്ന് കരയുകയാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും കരച്ചിൽ വരികയാണ്. നബിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹ് നമ്മളല്ലാതെ ആരെയാണ് സഹായിക്കുക? നമ്മളല്ലാതെ ആരെയാണ് അല്ലാഹ് സഹായിക്കുക എന്ന് ചോദിച്ച് നബിയുടെ ചുമലിൽ പിടിച്ച് അബൂബക്കർ പൊട്ടി കരഞ്ഞ സമയത്ത് അബൂബക്കറിന്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആയിട്ടില്ല അബൂബക്കർ എന്നാണ്. 2ാമത്തെ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെ വിളിക്കുന്നത്. അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കർ സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹ് സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നീ കാണാത്ത മലക്കുകളെ അല്ലാഹ് നിയോഗിച്ചിരിക്കുകയാണ്. നീയല്ല യുദ്ധം ചെയ്തത്, ഞാനാണ് യുദ്ധം ചെയ്തത്. അതിന്റെ ത്യാഗോജ്ജലമായ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ബദറിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് ചരിത്രം പറയുന്നത് പല ആളുകളും തളർന്നു വീണിരുന്നുവെന്നാണ്. അവരെ ഏറ്റിയിട്ടാണ് പല ആളുകളും പോയിരുന്നത്, വാഹന സൗകര്യമില്ലാത്ത ആളുകൾ. പക്ഷേ യുദ്ധം തുടങ്ങിയ സമയത്ത്
അവരെല്ലാം പർവ്വത സമാനമായ വിശ്വാസത്തിന്റെ ഉടമകളായി മാറി എന്നാണ്. പിന്നെ ആളുകളെ തള്ളിയിട്ട് പോണില്ല, കുത്തിയിട്ട് പോണില്ല. അത്ര ആത്മധൈര്യം അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ ദൃഢതയാണ്. ഈ വിശ്വാസത്തിന്റെ ദൃഢത റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ കൂടെ നിൽക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഹിജ്റ എന്ന് പറയുന്നത്. നബിയെ, ശത്രുക്കൾ എങ്ങാനും അവരെ തലകുനിച്ചു നോക്കിയാൽ ഈ ഗുഹയിൽ അവർ നമ്മളെ കണ്ടുപിടിക്കും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, അബൂബക്കർ നീ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കാൻ ഓരോ സമയത്തും അല്ലാഹ് കൂടെ നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ശത്രുക്കൾ മുഴുവൻ കൊല്ലാൻ റെഡിയായി വീട് വളഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ, കണ്ണ് കാണാതെ ശത്രുക്കളുടെ ഇടയിലൂടെ രക്ഷപ്പെടാൻ അല്ലാഹ് സഹായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കഅബയുടെ പരിസരത്ത് വന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ. ഒരു ദിവസം അബൂജഹൽ നബിയോട് പറയുകയാണ്, നാളെ മുതൽ നീ കഅബയിൽ വന്ന് നമസ്കരിക്കാൻ പാടില്ല, അങ്ങനെ വന്നാൽ നിന്റെ മുതുകത്ത് ഞാൻ ചവിട്ടും എന്ന് പറയുകയാണ്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പക്ഷെ പിറ്റേ ദിവസം നബി തിരുമേനി കഅബയിൽ വന്ന് നമസ്കരിക്കുകയാണ്. അബൂജഹൽ ഓടി വന്ന് നബിയുടെ മുതുകത്ത് ചവിട്ടാൻ നിൽക്കുകയാണ്. പക്ഷെ അത് തിരിഞ്ഞ് പുറമടിച്ചു വീഴുകയാണ്. എന്ത് പറ്റി? അബുൽ ഹക്കം മുഹമ്മദിനെ വിട്ടാൻ പോയിട്ട് അത് സാധിക്കാതെ വീണത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ അബൂജഹൽ അതിന് പറഞ്ഞ മറുപടി, മുഹമ്മദിന്റെ മുതുകത്ത് ഞാൻ ഒരു തീഗോളം കണ്ടുവെന്നാണ്. മുഹമ്മദിന്റെ മുതുകത്ത് ഞാൻ ഒരു തീഗോളം കണ്ടുവെന്നാണ്. വിശ്വാസദാർഢ്യം ഹൃദയത്തിൽ ഉറച്ചുപോയ ആളുകളുടെ ശരീരത്തിലെല്ലാം ചിലപ്പോൾ തീഗോളങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളിൽ ഒരു ശക്തിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്തെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി പോലും അവരുടെ സൈന്യത്തോട് എതിരിടുന്ന കല്ലുകൊണ്ടാണ്. എറിയുന്ന കുട്ടിക്കറിയാൻ എന്റെ കല്ലുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1 ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയായ ഇസ്രായേലിനെ മറിച്ചിടാൻ കഴിയില്ല എന്ന്. പക്ഷേ അല്ലാഹു കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്നാണ് ഏത് പുറന്തള്ളലിന്റെ സന്ദർഭത്തിലും നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമാണ്. ഇന്ന് പുറന്തള്ളലുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗരത്വ പട്ടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 19 ലക്ഷം മനുഷ്യരാണ് തങ്ങൾ ഒരു പ്രഭാതത്തിൽ ഈ നാട്ടുകാരല്ല എന്ന ഭീകരമായ സത്യം അവരറിയുന്നത്. പുറന്തള്ളപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ ധരിച്ചു വളർന്ന നാട്ടിൽ ഒരു മൃഗത്തിന്റെ പോലും വിലയില്ലാതെ, ഒരു ഉറുമ്പിന്റെ പോലും വിലയില്ലാതെ തല്ലിക്കൊല്ലലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകൾ, മുഹമ്മദ് അഖ്ലാഖും പഹലുഖാനും ആഫിൽ ജുനൈദും അടക്കമുള്ള ആളുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. എന്ന് മാത്രമല്ല, നിർഭയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭയമാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം. ജനാധിപത്യമോ മതേതരത്വമോ അല്ല, ഭയം ഈ രാജ്യത്തിന്റെ അടിസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിയമവും ഏത് പാതിരാത്രിയിലും എത്ര വേഗത്തിലും ചുട്ടെടുക്കാൻ പറ്റുന്ന ഏകാധിപത്യത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ജനാധിപത്യത്തിന്റെ കുളിമുറിയിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ നമുക്ക് കുറെ അധികം പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് മികച്ച ആസൂത്രണത്തിന്റെ പാഠങ്ങളാണ്. രണ്ടാമത്തെ, റബ്ബിൽ നമുക്ക് വിശ്വാസം, അതിന്റെ വിശ്വാസദാർഢ്യത അധികരിക്കണമെന്ന് മാത്രമല്ല, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന ഉറച്ച ബോധ്യമാണ്. റബ്ബിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന അത്രയും റബ്ബുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടണമെന്നാണ്. അപ്പൊ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും പ്രധാനമായ ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. ആ സ്രോതസ് നമ്മൾ നേടിയെടുക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിജ്റയുടെ ചരിത്രം എന്ന് പറയുന്നത് കേവലം ഒളിച്ചോട്ടത്തിന്റെ ചരിത്രമല്ല, അഭയാർത്ഥി പ്രവാഹമല്ല, ആസൂത്രണത്തിന്റെയും അതിജീവനത്തിന്റെയും യാത്രയാണ് ഹിജ്റ എന്ന് നമ്മറിയാം. ഏത് പ്രതിസന്ധികളിലും സാധ്യതകളുണ്ട്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അഗ്നികുണ്ഡാരത്തിൽ തണുപ്പ് അല്ലാഹു ഒരുക്കി സാധ്യതയാക്കി മാറ്റിയതുപോലെ ചെങ്കടലിൽ മൂസാ അലൈഹിസ്സലാമിന് വടി പിളർത്തി, ആ ചെങ്കടൽ വടി കൊണ്ട് ചെങ്കടലിനെ പിളർത്തി നടക്കാത്ത ചെങ്കടലിൽ ആരും ഇതുവരെ അതിന്റെ മണൽ സ്പർശിക്കാത്ത വഴിയിലൂടെ നടക്കാൻ സാധിക്കുന്ന സാധ്യത മൂസാ അലൈഹിസ്സലാമിന് നൽകിയതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ സുരക്ഷിതമായ ഒരു ദേശം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയതുപോലെ ഏത് പ്രതിസന്ധിയിലും ആര് പുറന്തള്ളിയാലും, ആരടിച്ചൊതുക്കിയാലും, ആര് മർദ്ദിച്ചാലും,
ആരൊറ്റപ്പെടുത്തിയാലും, ആര് ബഹിഷ്കരിച്ചാലും, ആര് പരിഹസിച്ചാലും, ആര് നിങ്ങളെ പേടിയുടെയും വെറുപ്പിന്റെയും ഉൾമനയിൽ നിർത്തിയാലും സുരക്ഷിതമായ ചില സാധ്യതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹിജ്റ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്ന ഒരു അധ്യായത്തിന്റെ പേര് കൂടിയാണ്. നമുക്കിവിടെ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലുമില്ലാതെ അടങ്ങാത്ത ഗുണകാംക്ഷയോടുകൂടി മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രബോധന പ്രവർത്തനങ്ങൾ. ഇവിടെയും നമ്മൾ ഇസ്ലാമിന്റെ പ്രതിനിധികളാവണം. നമ്മൾക്കൊരാദർശമുണ്ട്. ഈ ആദർശത്തെ പ്രബോധനം ചെയ്യുവാനും ഈ ആദർശത്തിന്റെ പ്രതിനിധികളായി ജീവിക്കുവാനും നമുക്ക് ഈ രാജ്യത്ത് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നന്മകൾ ഈ രാജ്യത്തെ നിവാസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ വസിയത്തായി നമ്മൾ ഏൽപ്പിച്ചത് ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ എന്നാണ്. എത്ര പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാം നബി തിരുമേനി വസിയത്തായി ഏൽപ്പിച്ചത് ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ ഈ സന്ദേശത്തിന്റെ പ്രചാരകനും പ്രതിനിധികളും അതിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്ന ആളുകളുമായി ഭൂമിയിൽ നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ അതിന്റെ പ്രതിനിധികളായി മാറണമെന്നാണ്. അനേകം ആളുകൾ റബ്ബിന്റെ ദൈവീക സന്മാർഗത്തിന്റെ പുറത്താണ്. അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചമെത്തിക്കാൻ ഏത് പ്രതിസന്ധികൾ അതിന്റെ മുന്നിലുണ്ടായാലും അതിനെ വകഞ്ഞു മാറ്റി നിശ്ചയദാർഢ്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടും കൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കണമെന്നാണ് ഹിജ്റ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഹിജ്റയുടെ ചരിത്രവും ഹിജ്റയുടെ സ്മരണകളും നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 13 വർഷം മക്കയിൽ നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു നോക്കേണ്ടതാണ്. അതിന് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഏറ്റിട്ടുണ്ട്, പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല തന്റെ പെരടയിൽ താൻ നമസ്കരിക്കുമ്പോൾ വീണിട്ടുണ്ട്. അത് കൊണ്ടുപോയി ആളുകളിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ കണ്ട് ചുറ്റും മാറി നിന്ന് കൈയടിച്ച് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ആളുകൾ. ഇങ്ങനെയുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും എല്ലാം വകഞ്ഞു മാറ്റി തനിക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിർവഹിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് തനിക്ക് മറ്റൊരു നാടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത്. തനിക്ക് ഈ നാട് യോജിക്കുന്നില്ല, ഇത് കുഫറിന്റെ എല്ലാ ചിഹ്നങ്ങളുമുള്ള നാടാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ നാട്ടിൽ ജീവിച്ചാൽ തന്റെ വിശ്വാസം അപകടത്തിലാണെന്ന് പറഞ്ഞ് ആരും കാണാതെ ഏതെങ്കിലും അർദ്ധരാത്രിയോ മറ്റോ ഏതെങ്കിലും നാട്ടിലേക്ക് യാത്ര പോകുന്നതോ ഒളിച്ചോടി പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാം എന്ന് കരുതി ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ആദർശ പ്രബോധനത്തിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞുമാറി മറ്റൊരു ദേശത്തേക്ക് പോകുന്നതിന്റെ സുഖസുന്ദരമായ നാമത്തെ ഹിജ്റ എന്ന് നമ്മൾ വിളിക്കുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഹിജ്റയുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ വിമോചനത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടി നൽകുന്നതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ വിമോചനത്തിന്റെ പ്രതീക്ഷകൾ അഗ്നികുണ്ഡാരത്തെ സാക്ഷി നിൽക്കി ചരിത്രത്തിൽ പഠിച്ചതുപോലെ മൂസ അലൈഹിസ്സലാമിനെ ചെങ്കടൽ പിളർത്തി മറുനാട്ടിലേക്ക് അദ്ദേഹത്തെയും അനുയായികളെയും കൊണ്ടുപോകാൻ സാധിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ നാളിൽ നബിയുടെ വാഹനവും നബിയും ഇരുന്നിരുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല തന്റെ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് അതേ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നതെന്നാണ്. എന്നിട്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മക്കയിൽ വന്ന് മക്ക തന്റെ അധീനതയിലാക്കിയതുപോലെ അങ്ങനെയുള്ള വിമോചനത്തിന്റെ സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ധാരാളം വിശുദ്ധ ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. അപ്പൊ വിമോചനത്തിന്റെ കൂടി സ്വപ്നങ്ങൾ പകർന്നു നൽകുന്നതാണ് മുഹറം എന്ന് പറയുന്ന മാസം. ഹിജ്റ എന്ന് പറയുന്ന ഈ ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ കാലഗണനകളുടെ അടിസ്ഥാനമായി ഉമർ ഖത്താബിന്റെ കാലത്ത് സ്വീകരിച്ച ഹിജ്റ എന്ന് പറയുന്നത് ആസൂത്രണത്തിന്റെയും അതിജീവനത്തിന്റെയും അതുപോലെ തന്നെ ആത്മത്യാഗത്തിന്റെയും അള്ളാഹുവും അടിമയും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തിന്റെയും ചരിത്രവും ഗുണപാഠങ്ങളും ധാരാളം നമുക്ക് പകർന്നു നൽകിയതാണ്. ആ ചരിത്ര അധ്യാപനങ്ങളിൽ നിരവധി ത്യാഗങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രഖ്യാപനം സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ റുബഉൽ ഖുർആനിന്റെ 4/1 എന്ന പേര് വിളിക്കുന്ന ഈ സൂക്തം യഥാർത്ഥത്തിൽ തന്റെ ദൗത്യം പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ ലക്കും ദീനുക്കും വലിയ ദീൻ
എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം മറ്റൊരു നാട്ടിലേക്ക്, ആ നാടിന്റെ അധികാരം, ആ നാടിൽ താൻ മക്കയിൽ നിന്ന് കിനാവ് കണ്ടിരുന്ന, വിഭാവന ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്ക് ഏത് അർദ്ധരാത്രിയും നടക്കാൻ കഴിയുന്ന സുരക്ഷിതമായ നാടായി മദീനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയാണ്. അപ്പൊ താൻ പ്രബോധനം ചെയ്യുന്ന ആദർശത്തെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക മാത്രമല്ല, ആ ആദർശത്തെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും മാത്രമല്ല, ആ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും നിർമ്മിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തിലെ ഈ അതുല്യമായ അധ്യായം, ഹിജ്റ എന്ന് പറയുന്ന അധ്യായത്തെ നമ്മൾ പലതവണ ആവർത്തിച്ചു വായിക്കുകയും സാധ്യതകളുടെ ഒരു അധ്യായമായി ഹിജ്റയെ നമ്മൾ വികസിപ്പിക്കുകയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഹിജ്റ എന്നൊരു കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായി മാറണമെന്നാണ് നമുക്ക് ഈ ഹിജ്റയുടെ ചരിത്രത്തിലൂടെ ഉത്ബോധിപ്പിക്കാനുള്ളത്. ഹിജ്റയുടെ ചരിത്രത്തിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും നേർവഴിയിൽ നയിക്കുവാനും അവർക്ക് ഇതിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.